ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് റാഞ്ചി സയൻസ് സെൻറ്ററിലാണ്. ഉറക്കമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു പ്രത്യേക ആംബിയൻസാണ് ഇവിടെ. രാവിലെ 6 മണിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ എണീക്കും, 6 മണിക്ക് എണീക്കും. ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എണീക്കും. ഞായറാഴ്ചയാണ്, അവധിയാണ്. 6 മണിക്ക് എണീക്കും, കുറച്ച് നേരം നടക്കും, പിന്നെ ചായ കുടി, അങ്ങനെ പരിപാടികളൊക്കെയാണ്. ഇതെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ജസ്റ്റ് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന് ചുറ്റും വിശാലമായ പൂന്തോട്ടമാണുള്ളത്. ഇവിടെ കാണാൻ പറയാം, വളരെ ഭംഗിയുള്ള ഒരു പൂന്തോട്ടമുണ്ട്. ഇത് ജാർഖണ്ഡ് സയൻസ് സെൻ്ററാണ്. നമ്മുടെ മലയാളികൾ ആരെങ്കിലും ജാർഖണ്ഡ് സയൻസ് സെൻ്ററിൻ്റെ ഭാഗത്തോ ജാർഖണ്ഡിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റാഞ്ചി ജാർഖണ്ഡ് സയൻസ് സെൻ്ററിൽ ഒന്ന് കാണേണ്ടതാണ്. ഇത് ജാർഖണ്ഡ് സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. നമ്മുടെ ഇന്ത്യക്ക് മൊത്തം 26 മ്യൂസിയംസ് ഉണ്ട്. അത് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൻ്റെ അണ്ടറിലാണ് പറഞ്ഞത്, മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും ഈ സംസ്ഥാന മ്യൂസിയവും. തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ട്, നമുക്ക് ട്രിവാൻഡ്രം ജില്ലയിലുണ്ട്. അതുപോലെ സെൻട്രൽ മിനിസ്ട്രിയുടെ പറഞ്ഞത് കോഴിക്കോട് ജില്ലയിലുണ്ട്, ജാഫ്രിക്കൻ കോളനിയിലുണ്ട്. അപ്പോൾ നമ്മളെ പരിസരത്തുള്ള ഓരോ മ്യൂസിയം എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം. സാധാ മ്യൂസിയം മാത്രമല്ല, ഇതുപോലെ സയൻസ് മ്യൂസിയം എല്ലാം നമ്മളൊന്ന് കണ്ടിരിക്കണം. ഞാനപ്പോൾ അങ്ങനെ എൻ്റെ യാത്രകളുടെ തുടക്കത്തിൻ്റെ ഭാഗത്തെ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിയം സംബന്ധിച്ചിട്ടുള്ള ജോലിയാണ്. അപ്പോൾ രാവിലെ എണീക്കുന്നു, ജോലി ചെയ്യുന്നു. എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനാണ്. പിന്നെ എനിക്കൊരു പ്രൊഫഷനുണ്ട്. ആ പ്രൊഫഷനും ജോലിയും രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ വളരെ സന്തോഷമാണ്. കാരണം ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും ആ ജോലിയിൽ തന്നെ നമ്മളെ പാഷനും കൂടെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും വളരെ സന്തോഷമാണ്. അതാണ് നമ്മുടെ ഒരു ജീവിത രീതി. നിങ്ങൾ കുറച്ച് നേരം ഈ പൂന്തോട്ടവും ഈ സയൻസ് സെൻ്ററിന് ചുറ്റുമുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടുവരണം. ഓക്കെ ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തൂടെ. ഞാൻ നടന്ന് നീങ്ങിയാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയൊക്കെ നിന്നെല്ലാം കണ്ടു, എല്ലാം കഴിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇവിടെയുള്ളവരെല്ലാം ലോക്കൽസാണ്, ഇവിടെയുള്ള ആളുകളാണ്. അപ്പോൾ അവർ വീട്ടിൽ പോയി വരെയൊക്കെ ചെയ്യും. ഞാൻ മാത്രമാണ് കേരളത്തിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്ന് നിൽക്കുന്ന വ്യക്തി. രാവിലെ ആയി, ഇപ്പോൾ ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് ചായ കുടിക്കാനൊക്കെ പുറത്തോട്ട് പോകണം. ഇവിടെ 24/7 സെക്യൂരിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. രാത്രി നല്ല രസമായിരുന്നു. പുറമേ ഇറങ്ങി നടന്നേന്നുമില്ല, ഇത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു വന്നേണ്ട. അതുകൊണ്ട് പനിയൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ടാഗോർ ഹിൽസ് കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് അടുത്ത് തന്നെ ഇവിടെ 1 കിലോമീറ്റർ അടുത്ത് ടാഗോർ ഹിൽസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ ഗാർഡ് പറഞ്ഞിട്ടുണ്ട് ടാഗോർ ഹിൽസ് ഉണ്ട്, പോയി കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ടാഗോർ ഹിൽസ് ഒന്ന് പോയി എക്സ്പീരിയൻസും ചെയ്യണം, എക്സ്പ്ലോറും ചെയ്യണം. ഇതാണ് മെയിൻ എൻട്രൻസിലോട്ട് പോകാനുള്ള വഴി ഇതാണ്. ഇതിൻ്റെ അകത്ത് 3D ഒക്കെ ഉള്ളതും കാര്യങ്ങളും. മെയിൻ എൻട്രൻസ് ഇതാണ്. മെയിൻ എൻട്രൻസിലുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയം നേരെയാണ് പോവേണ്ട. പിന്നെ അതോടൊപ്പം കുട്ടികൾക്ക് കാണാൻ വേണ്ടിയും കളിക്കാൻ വേണ്ടിയും ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുറച്ച് ഈ മ്യൂസിയത്തിൻ്റെ ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി ആകർഷിക്കാൻ വേണ്ടിയുള്ള കുറച്ച് സയൻസിന് പരമായിട്ടും അല്ലാതെയുമുള്ള കുറച്ച് ടോയ്സും കാര്യങ്ങളും. ഈ എന്ത് പറയാനാണ്, നമ്മുടെ ഈ ഡ്രാഗനും, തീ തുപ്പുന്ന ഡ്രാഗൺ മുതൽ പറക്കണ ഡ്രാഗൺ വരെ ഇവിടെ ഉണ്ട് ഗൈസ്. ഒരു ക്യാമ്പസാണിത്. ക്യാമ്പസ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം സയൻസിനോടനുബന്ധിച്ച് നടക്കുന്ന റിസർച്ച് ആയാലും എല്ലാം ഒരു ക്യാമ്പസ് ജീവിതം തന്നെയാണ്. അതിനങ്ങനെയും പറയാം ഗൈസ്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എല്ലാവരും. നമ്മളെ നാട്ടിലൊക്കെ ഇതുപോലെ സ്ഥാപനങ്ങളുണ്ടെങ്കിലേ കോളേജും സ്കൂളും കട്ട് ചെയ്ത് വന്നിരിക്കാൻ വേണ്ടിയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറിയേനെ. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡൻസ് കറക്റ്റ് രീതിക്ക് പോകുന്നുമുണ്ട്, കാണുന്നുമുണ്ട്. ഞാൻ തന്നെ എൻ്റെ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സിലും പ്ലാനറ്റോറിയം സന്ദർശിച്ചിട്ടുണ്ട്. ഇത് പ്ലാനറ്റോറിയം സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ കാഴ്ചകൾ എനിക്ക് എന്ത് പറയാനാണ്, ഒരു പുതുമ നൽകിയിട്ടുണ്ട്. ആ പുതുമയിൽ നിന്ന് പുസ്തകത്തിലോട്ട് എത്തിയപ്പോൾ കുറച്ചുകൂടി ആനന്ദകരമാക്കി തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ ഭാവിയിലുള്ള കുട്ടികൾ ഉറപ്പായിട്ടും മാതാപിതാക്കളാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ അടുത്തുള്ള പ്ലാനറ്റോറിയവും സയൻസ് സെൻ്ററുകളും സന്ദർശിപ്പിക്കണം. അവരിൽ കലാബോധവും അതിനോടൊപ്പം തന്നെ സാംസ്കാരിക ബോധവും അതിനോടൊപ്പം സയൻസ് സംബന്ധമായ കാര്യങ്ങളും എത്തിക്കണം. താരമണ്ഡലം നമ്മളെ നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പ്രത്യേക ഡിവിഷനാണ് താരമണ്ഡലം. നക്ഷത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓരോ നക്ഷത്രത്തിൻ്റെ വർഷങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് നക്ഷത്ര സമൂഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് താരമണ്ഡലം. അതിന് വേണ്ടിയുള്ള ക്യാമ്പസാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് എത്ര കണ്ടാലും കഴിയില്ല, ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടെത്തിയില്ല. അതിനും മാത്രം ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്.
ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ടാഗോർ. എല്ലാവരും പറഞ്ഞു, ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴത്തേക്ക് 550 മീറ്റർ ടാഗോർ ഹിൽസ് കണ്ടുള്ളൂ. പക്ഷേ ഞാൻ എന്താണ്ട് അല്ലാതെ നോക്കിയപ്പോഴത്തേക്കും 1 കിലോമീറ്ററാണ് കാണിച്ചത്. പക്ഷേ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ടാഗോർ ഹിൽസ് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. കുറച്ച് പേര് അവിടെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, പയ്യന്മാർ. അവന്മാരോട് ചോദിക്കണം ഇനി ഇതാണോ ടാഗോർ ഹിൽസ് എന്ന് എനിക്കറിയില്ല. ഫുള്ള് പാറകളാണ്. അവരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ച് നോക്കാം ഇത് ടാഗോർ ഹിൽസ് ആണോ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഗൈസ്. എനിക്കും അറിയില്ല ഇതാണോ ടാഗോർ ഹിൽസ് എന്ന്. നമുക്ക് നോക്കി നോക്കാം. ഇത് നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഇതാണ് താരമണ്ഡലത്തിനെക്കുറിച്ച് പഠിക്കുന്ന സെൻറ്ററും. അതിൻ്റെ അകത്താണ് അതിനൊക്കെ നക്ഷത്ര സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും വിശദീകരിച്ചു കൊടുക്കുന്നതും കാര്യങ്ങളെല്ലാം. സെക്യൂരിറ്റി ആളുണ്ട്. സെക്യൂരിറ്റിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പർവ്വതമാണെന്ന്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് പർവ്വതമാണ്. ഞാൻ കാണിച്ച ടാഗോർ ഹിൽ എന്ന് പറഞ്ഞ് കാണിച്ചത് പർവ്വതമായിരുന്നു ഗീസ്. ഇതൊരു പർവ്വത മലനിരകളാണ്. ടാഗോർ ഹിൽ അവിടെ നേരെ കാണുന്നതാണ്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് ടാഗോർ ഹിൽ. നമ്മൾ നേരിട്ട് എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ബാക്കി വിഷയമാണ്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ചായക്കടയിലോട്ട് ഇറങ്ങി. ഇവിടെ മഴ തുടങ്ങി. വീണ്ടും ഞാൻ നീല ഷർട്ടും നീല കുടയായി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ചായക്കട ഇറക്കി ഇറങ്ങി. ചായക്കട കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ചായ കുടിക്കണം. ഇന്ന് പുറത്തോട്ട് പോകാനുള്ള പരിപാടിയൊക്കെ എന്താവുമെന്ന് അറിയില്ല. മഴയാണെങ്കിൽ ഞാൻ പോയിരിക്കും, കണ്ടിരിക്കും ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിട്ട് വരാൻ ബാക്കി ചായ. ഹലോ ഗൈസ്, ചായ കുടിച്ചതിന് ശേഷം ചെറുതായിട്ട് 2 പൂരിയും കറിയൂടെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട്. ഇവിടെ പാത്രമൊന്നുമില്ല, ഇങ്ങനെ ഇലയിലാണ് തരുന്നത്. അതിനുശേഷം റോഡിലോട്ട് നടന്നു തുടങ്ങി. മഴയായിരുന്നു. മഴ കാരണം വെള്ളം കെട്ടിയിട്ടുണ്ട്. ആ വരുന്ന റിക്ഷത്തിൻ്റെ എൻ്റെ ദേഹത്തൂടെ വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുമ്പോട്ട് നടന്നു നീക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗൈസ് നമ്മൾ ടാഗോർ ഹിൽസ് എത്താറായി. അങ്ങനെ ടാഗോർ ഹിൽസിലുള്ള എൻട്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ നടന്നെത്താൻ വേണ്ടി. ഞാൻ നടന്നാണോ വന്നത്? ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ാണ് ടാഗോർ ഹിൽസിൻ്റെ എൻട്രൻസ്. ടൈഗർ അല്ല, ഇതാണ് ടാഗോർ ഹിൽസിൻ്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. റോട്ടിൽ നിന്നൊരു 10 മീറ്റർ നടന്ന് വരണം. നമ്മളിപ്പോൾ എൻട്രൻസിലോട്ട് കിടക്കുകയാണ്. എൻട്രൻസിലോട്ട് നമ്മൾ നടന്നു നീങ്ങണം. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കണ്ടുപോകാൻ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. സ്റ്റെപ്പുണ്ട്, ഓരോ സ്റ്റെപ്പ് നടന്ന് കയറണം. മഴ കാരണം ഫുള്ള് വെള്ളവും ചെളിയൊക്കെയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴും. ഞാനപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഓരോ സ്റ്റെപ്പും ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ക്ലൈമറ്റ് കൊള്ളാൻ എന്തെങ്കിലും ഒരു തണുപ്പൊക്കെ ഉണ്ട്. പിന്നീട് എൻട്രൻസ് വീണ്ടും കണ്ടു. രണ്ടാമത്തെ എൻട്രൻസ് ആണ്. ഇവിടെ വിസിറ്റേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. വിസിറ്റേഴ്സൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ നടന്നു നിൽക്കുകയാണ്. കുറച്ച് നടന്ന് മുകളിൽ എത്തിയപ്പോൾ തന്നെ ഒരു നല്ല വ്യൂ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ടാഗോർ ഹിൽസിൻ്റെ ഒരു ഫ്രണ്ട് എൻട്രൻസ് ഉള്ള ഒരു ഓഡിറ്റോറിയം എന്താണെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല എന്താണ്. അതിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. നമ്മളെന്തെങ്കിലും നമ്മൾ വന്ന വഴിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. വഴി തെറ്റിയതല്ല, ഞാൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങ് മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്പലം, മന്ദിരം അങ്ങനത്തെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതെന്തെങ്കിലും ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ കുറച്ചടുത്തുള്ള ഒരു ഓഡിറ്റോറിയം പോലെ എന്തോ ഒരു സംവിധാനമാണ്. അതിൻ്റെ അടുത്തോട്ട് ചേർന്ന് നിൽക്കുകയാണ്. ഞാൻ നടന്നു വന്ന വഴിയൊക്കെ കാണാം. പല പുലി ഉണ്ടാകുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. പുലി ഉണ്ടെങ്കിൽ നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യും. എന്താണ് ഇവിടെ കലാകാരന്മാരിവിടെ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ താഴ്വരയാണ്. നമുക്ക് മുകളിൽ കയറിയിട്ട് ഇവിടെ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മഴയാണെങ്കിൽ വ്യൂവേഴ്സ് നമുക്ക് നല്ലൊരു ഇത് പോകും. കേൾക്കാൻ മടി കാരണം ആരോ തെളിച്ചൊരു വഴി കിടന്നു. അതുവഴി നടന്നു പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പുറത്തൂടെ ഒരാളെ വഴിയാണ്. എന്തായാലും നമുക്ക് ഈ വഴിയൊന്ന് കയറി നോക്കാം. വെറുതെ ചുറ്റണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ അതിൻ്റെ അകത്തൂടെ ഒരു ഷോർട്ട് കട്ടിൽ കൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം മുകളിലോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന വഴി താഴത്തെ ഈ വഴിയായിരുന്നു. നമ്മൾ അവിടെയാണ് കണ്ടതൊക്കെ. അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് പയ്യെ മുകളിലോട്ട് കയറാനുള്ള ശ്രമമാണ്. മുകളിലോട്ട് കയറാൻ ഇതൊരു വഴി കാണും, എനിക്ക് അറിഞ്ഞുവിടാ. എന്തൊക്കെയായാലും ഞാൻ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വ്യൂ മേളിൽ ചെന്ന് അങ്ങനെ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് നടന്ന് കയറി. ഞാൻ അങ്ങനെ ഒരുവിധം മേളിലെത്തി. ഇനി കുറച്ചുകൂടെ കയറാറുണ്ട് മേളിലോട്ട്. ഇത് വലിയ ട്രക്കിങ്, വലിയ സംവിധാനമൊന്നും അല്ല, എങ്കിലും കുഴപ്പമില്ല, കൊള്ളാം.
ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലിപ്പിംഗ് ഉണ്ട്, ഷൂ ഒന്നുമല്ല, സാധാ നോർമൽ ഡ്രസ്സും നോർമൽ ഷൂവും ചെരുപ്പൊക്കെയാണ്. അപ്പോൾ അങ്ങനെ മേലേക്കായി ഇത്രയും കറങ്ങി വരാനുള്ള ഞാൻ ഈ താഴെ കാണുന്നത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ ഞാൻ മേലെ കയറി. അല്ലെങ്കിൽ മലയാളി എപ്പോഴും പൊളിയാണ് കേസ്. നമ്മളിതിന് മുമ്പ് വലിയ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേസ്. വഴിയെ കഥകളൊക്കെ പറഞ്ഞുതരാം. മുകളിലോട്ട് കൊണ്ടുവന്ന് തോന്നുന്നു, ബോർഡുകൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ വന്ന വഴി താഴെയാണ്. ടൂറിസം അത്ര കെയറിംഗ് ഒന്നും അല്ല, എല്ലാം പൊളിഞ്ഞ കിടക്കുകയാണ്. ഇത് രവീന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ട ഒരു മലനിരകളാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഈ മലനിരകൾക്ക്. കുറച്ചുകൂടെ ഉയരത്തിൽ എത്തിയപ്പം കുറച്ചുകൂടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി. ഇപ്പോൾ ഇത്തിരി ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല സംഭവം, കിടിലമാണ്. മുകളിലോട്ട് കയറാനുണ്ട്. കുറച്ചുകൂടെ മനോഹരമായിട്ട് നമുക്കിനി വ്യൂ കാണാം. കണ്ട ബിൽഡിങ്ങുകളൊക്കെ അടുത്തതായിട്ട് തോന്നുന്നുണ്ട്, നല്ല പൊക്കത്തിലാണ്. പിന്നെ മുകളിലോട്ട് നടന്നു കയറണം. നമ്മൾ ടിബറ്റൻ മൊനാസ്ട്രിയിലെ ഫ്ലാഗൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാനും ഇങ്ങനെ മേലോട്ട് കാറ്റത്തുള്ള പാറക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മഴ കഴിഞ്ഞുകൊണ്ടായിരിക്കും കുറച്ച് സ്പീഡ് കുറവാണ് പാറാൻ വേണ്ടി. എങ്കിലും കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, പിള്ളേരാണ് കൂടുതലും. അവരവർ എൻ്റർടൈൻമെൻറ്റാണ് ഇവിടെ മുഴുവൻ. സൂപ്പറാണ്. അവർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് അനിയന്മാർ. എന്തുകൊണ്ടും കിടില സ്ഥലമാണ്, കൊള്ളാം. കണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിബറ്റൻ ഫ്ലാഗ് മുതൽ ഇങ്ങനെ പാറിപ്പറക്കുന്നതിനടുത്ത് വളരെ വലിയൊരു നഗരം, അതിനൊപ്പം താഴെ കെട്ടിടങ്ങളും പാറകളും. കിട്ടി ഹായ് ബോൽ. ഹായ്. എൻ്റെ അനിയന്മാരെ കിട്ടിയിട്ടുണ്ട്, അവന്മാർ കൂടെ സഹായത്തിനുണ്ട്. പറയല്ല ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എത്ര അടി പൊക്കോളം എനിക്ക് പറഞ്ഞുകൂടാ. സൂപ്പർ അടിപൊളി. ഹലോ ഗൈസ്, ഈ ഇതിനെ പറയുന്നത് ടാഗോർ ഹിൽസ് എന്നും പറയാറുണ്ട്, ടൈഗർ ഹിൽസ് എന്നും പറയാറുണ്ട്. ഗൂഗിളിൽ ടാഗോർ എന്നും നാട്ടുകാർ ടൈഗർ ഹിൽസ് എന്നും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിമനോഹരമായ നഗരക്കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. പാറപ്പുറത്ത് നിന്നുകൊണ്ട് നല്ല മൊണാസ്ട്രി കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലേ. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇത് കണ്ണ് തുറന്നങ്ങ് കാണുമ്പോൾ കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടല്ലേ, ഒരു സുഖം. ആ സുഖത്തിലിങ്ങനെ നിന്ന് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. കണ്ടില്ല എന്ത് രസമാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലെയൊക്കെ, എങ്കിലും ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഒരു പുതുമ കാണുമ്പോൾ ഉണ്ടാവണ ഒരു ആകാംക്ഷ. എത്രത്തോളം ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന്. എന്താ രസമല്ലേ, പാടങ്ങളും വീടുകളും ഗ്രാമങ്ങളും. മഴ പെയ്തുകൊണ്ട് ആ കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടിയത്. ഇതേ സ്ഥലത്ത് നിന്ന് അടുത്ത് നോക്കുമ്പോൾ കാണാം അടുത്തൊരു പർവ്വതമാണ്. ആ പർവ്വതത്തിന് ചുറ്റും നഗരമാണ്. ഒരു മന്ദിരമുണ്ട് മുകളിൽ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ്. നമ്മളിപ്പോൾ കാണുന്നത് ടാഗോർ ഹിൽസ് അഥവാ ടൈഗർ ഹിൽസ് എന്ന് പറയും. ഇത്രയും ഹൈ ആറ്റിറ്റ്യൂഡിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മളിനി കാണാൻ പോകുന്നത് ഒരു വിശാലമായ കാഴ്ച ലോകത്തേക്കാണ്. ആ ഗോപുരത്തിനെയും ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു നഗരത്തെയും നമ്മൾ ഒത്തിരി ദൂരം നിന്ന് കാണാൻ പോവുകയാണ്. പിന്നെ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വലിയ മലമുകളിലാണെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ടിടുന്നതും നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും എല്ലാവരും മനുഷ്യരല്ലേ. അപ്പം അങ്ങനെ തന്നെ പറയാം, ഭാഷ വിഷയമല്ലല്ലോ. എല്ലാവരും ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കുടിക്കുന്ന വെള്ളം പോലും സ്റ്റീൽ കുപ്പി കൊണ്ടുപോയി കുടിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഫുള്ള് നഗര കാഴ്ചകളാണ്. റാഞ്ചി സിറ്റി മുഴുവനായിട്ട് കാണാൻ പറ്റും. റാഞ്ചി സിറ്റി മുഴുവൻ കാണാം. പിന്നെ വരുന്നവരെല്ലാം ഫോട്ടോ എടുക്കുന്നു, ടിബറ്റൻ ഫ്ലാഗ്, പിന്നെ പാറപ്പുറത്തുള്ള കുലിസിത പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഗോപുരത്തിൻ്റെ അകത്തോട്ട് ഞാൻ കയറിയായിരുന്നു. ഗോപുരം ചുറ്റും നോക്കി വീഡിയോ എടുത്തു. ഗോപുരം രാവിലെ ഒരു 6 മണി 5 മണിക്കൊക്കെ വന്നിരുന്ന് നല്ല മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ ആംബിയൻസാണ്. പിന്നെ വേറെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നഗരവൽക്കരണം എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. ആ നഗരവൽക്കരണം കൊണ്ടുള്ള ഉപയോഗങ്ങളും ഗ്രാമീണ മേഖലയിൽ നിന്ന് നമുക്ക് നഗരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും. പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ ഇതെല്ലാം വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുന്ന അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. ഈ ഗോപുരമാണെങ്കിൽ പോലും ഇത്രയും താഴ്ന്ന് ഇത്രയും സാധനങ്ങൾ ചുമന്നുകൊണ്ട്, അതുപോലെ ഞാൻ ഗോപുരത്തിൻ്റെ അകത്ത് കയറി എടുത്ത എഫേർട്ട്. പിന്നെ അകത്തുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. രണ്ട് സൈഡും ഒരേപോലെ വ്യൂ ആണ്. എന്ത് രസമുള്ള വ്യൂ എന്നറിയുമോ. മഴ കാരണമാണ് വൈകുന്നേരം പോയി നിന്ന് ഞാൻ എടുക്കേണ്ടതെന്ന് വിചാരിച്ച് രാവിലെ തന്നെ വന്ന് മാക്സിമം കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും വന്നതുകൊണ്ടാവാം, നേരത്തെ വന്നതുകൊണ്ടാവാം, നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നല്ലപോലെ കാണണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം.